സന്ദീപ് വാര്യരെ ചാരി ഇടതുമുന്നണിയുടെ പുതിയ ആക്രമണം. സന്ദീപ് വാര്യർ മുൻപ് നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആയുധമാക്കുകയാണ് LDF ചെയ്യുന്നത്. ഇത് പത്രപരസ്യമാക്കിയിരിക്കുകയാണ് LDF. സുപ്രഭാതം, സിറാജ് എന്നീ പത്രങ്ങളിലാണ് ഈ പരസ്യം നൽകിയിട്ടുള്ളത്. ഇത് വലിയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. UDF ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സന്ദീപ് വാര്യരുടെ പരാമർശങ്ങൾ തിരിഞ്ഞുകുത്തുന്നുണ്ട് UDFന് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചുമൂടുക, കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാബറി മസ്ജിദ് തകർത്തതിനെ എതിർക്കുന്നവർ വെറും കീടാണുക്കൾ. നിങ്ങളെയൊക്കെ ആര് കണക്ക് കൂട്ടുന്നു? എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. അടിവരയിട്ട് പറയുന്നു CAA കേരളത്തിലും നടപ്പാക്കും. ഇതൊക്കെയാണ് സന്ദീപിൻ്റെ പഴയ പ്രസ്താവനകളായി പരസ്യത്തിലുള്ളത്. ഒപ്പം സന്ദീപിൻ്റെ കാക്കി നിക്കറിലുള്ള പടവുമുണ്ട്. സുപ്രഭാതം, സിറാജ് എന്നീ പത്രങ്ങളുടെ ഒന്നാം പേജിലാണ് പരസ്യം. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? സന്ദീപ് വാര്യരുടെ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ RSS ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോഴും ആരുടെ നിയന്ത്രണത്തിലാണ്? ആദ്യം ഒന്നമ്പരുന്ന കോൺഗ്രസ് ക്യാമ്പ് താമസിയാതെ പ്രത്യാക്രമണം തുടങ്ങി. സന്ദീപ് വാര്യർ ഇതൊന്നും താൻ പറഞ്ഞതല്ലെന്ന് അവകാശപ്പെട്ടു. ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. 1. 2, CPMന്റെ കുണ്ടന്നൂർ MLA ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എന്റെ തലയിൽ ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേസെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാരൊക്കെയാ? 1 യോഗി ആദിത്യനാഥ്, 2 യോഗി പിണറായി വിജയൻ. ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ എടുക്കേണ്ടതെങ്കിൽ ശ്രീ OK വാസുവിന്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിനെ ഓഡിറ്റ് ചെയ്തത്? എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾ നടത്തുന്ന പത്രങ്ങളിൽ മാത്രം പരസ്യം എന്നതിന് CPM ന്യായം ഇതാണ്. ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്ന എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ മനോരമയിലെ പരസ്യം കണ്ടിരുന്നു, മാതൃഭൂമിയിലെ പരസ്യം കണ്ടിരുന്നു, ഹിന്ദുവിലെ പരസ്യം കണ്ടിരുന്നു. അതിലൊന്നും ഉപയോഗിക്കാത്ത ഭാഷ 2 പത്രത്തിൽ കൊടുക്കുമ്പം അത് ദേശാഭിമാനിയിലുമില്ല. ന്യൂസ് ഡെസ്ക്, News 18. അവസാന ദിവസമായി ഇന്ന് ഈ വിഷയം വലിയ രീതിയിൽ പ്രചാരണ ആയുധമാകുന്നുണ്ട്. LDF മനഃപൂർവ്വം ഇത്തരമൊരു പരസ്യം നൽകി മുസ്ലിം സമുദായത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് UDFന്റെ വാദം. ആ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ തട്ടിയെടുക്കുവാനുള്ള നീക്കം നടത്തുന്നത് LDF എന്നുള്ള പ്രചാരണം UDF ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത്. പാലക്കാട് നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 1,94,706 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള ചർച്ചകളുമുണ്ട്. ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ള വിമർശനം LDF ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമ നടപടികളിലേക്കും LDF കടന്നിട്ടുണ്ട്. പരമാവധി വോട്ട് ഉറപ്പിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, നിശബ്ദ പ്രചാരണം ആണെങ്കിൽ കൂടി പുതിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണല്ലോ ഈ ദിവസവും. അതിനൊരു ഉദാഹരണമാണല്ലോ സുപ്രഭാതത്തിലും സിറാജിലും വന്ന LDFന്റെ പരസ്യം. അതിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് LDF? എങ്ങനെ മറിച്ചുള്ള വാദം UDF ഉന്നയിക്കുന്നു? ഈ ദിവസം എന്താണ് കാണാൻ കഴിയുന്നത്? തീർച്ചയായും ഏറ്റവും അവസാന ദിവസവും ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ് ഓരോ മുന്നണികളും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും സന്ദീപ് വാര്യരുടെ വരവ്, അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകൾ, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആയുധമായിരുന്നതാണ്. അത് ഇന്നും ഈ തെരഞ്ഞെടുപ്പ് വേദിയിലും മറ്റൊരു തരത്തിൽ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. 2 മുസ്ലിം മാനേജുകൾ, അതായത് മുസ്ലിം ജനവിഭാഗങ്ങൾ വായിക്കുന്ന പത്രത്തിൽ തന്നെയാണ് സന്ദീപിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷത്തിന്റെ ലേഖനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അവിടുത്തെ വോട്ടുകൾ തങ്ങൾക്ക് കൂടി ലഭിക്കുക എന്ന തന്ത്രം അവർ പയറ്റുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് കൃത്യമായി BJP ജയിക്കാതിരിക്കാൻ അത് UDFിലേക്ക് പോകുന്നു എന്നതാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്ന കണക്കുകൾ. ആ കണക്കുകളെ മറികടക്കാൻ
ഇളക്കാനുള്ള തന്ത്രം അവർക്കുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത്തവണ ഇവിടെ വിജയ പ്രതീക്ഷയുണ്ട്. ഈ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ അവരൊരു തന്ത്രം നടത്തുമ്പോൾ BJP ഒരു പരിധിവരെ ഇതിന്റെ ആശ്വാസത്തിലാണ്. കാരണം ഈ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടാൽ അത് BJPക്ക് കൂടി ഗുണമാണ്. ഇത് UDF-ലേക്ക് മാത്രം പോകുന്നതാണ് പാലക്കാട്ടെ തോൽവിക്ക് കാരണം എന്നതാണ് അവരുടെ ഒരു വിലയിരുത്തലുള്ളത്. എന്നാലും ഇതിനെതിരെ UDF സ്ഥാനാർത്ഥി അടക്കം നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്യുന്നു. അങ്ങനെയൊന്നും ഭിന്നിപ്പിക്കാൻ കഴിയുന്നതല്ല, അങ്ങനെയൊന്നും വികാരം ഇക്കിളിപ്പെടുത്തി വികാരം ഇളക്കിവിടാൻ കഴിയുന്നതല്ല മുസ്ലിം ജനവിഭാഗം എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. LDF നടത്തുന്നത് ഒരു വർഗീയ പ്രചരണമാണ് എന്ന് UDF മറുപടി പറയുകയും ചെയ്യുകയാണ്. എന്തായാലും വർഗീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് UDF ബന്ധം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നതാണ്. SDPI-യുടെ പിന്തുണ UDF-ന് പ്രഖ്യാപിച്ചത് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള വിഷയങ്ങളിലേക്ക് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചുരുങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരുക്കങ്ങളും പൂർത്തിയായി, തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അത് ബൂത്തുകൾ ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. മഞ്ജുഷ്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ഈ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാണ്. നിശബ്ദ പ്രചാരണ രംഗത്ത് സജീവമായി ഓടി നടക്കുകയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിൽ